തിരുമേനി എൻ്റെ പിതാവ് മരിച്ചു പോയതാണ്. അദ്ദേഹത്തിന് മരിക്കുന്നതിന് മുമ്പ് ചില നേർച്ചകളുണ്ടായിരുന്നു. അത് അദ്ദേഹം ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ നേർച്ചകൾ നടത്താൻ കഴിയുമോ? എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ ക്ഷേത്രജമായിട്ട് ചില നേർച്ചകളൊക്കെ നേരും, അത് നടത്താം, ഇത് നടത്താമെന്ന്. പക്ഷേ അദ്ദേഹത്തിന് കാലഹിതമായിട്ട് മരണപ്പെട്ടു പോവേണ്ടി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട് ബന്ധുജനങ്ങളിൽ ചിലർ ആ നേർച്ചകളൊക്കെ നടത്താറുണ്ട്. എന്നാൽ ചിലപ്പോൾ ചില രോഗശമനത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹം മരണാസന്നമായിട്ട് കിടക്കുന്ന സമയത്ത് ഈ രോഗം ഭേദമായ ചില കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള രീതിയിൽ നേർച്ചയിട്ട് കഴിഞ്ഞാൽ ആ രോഗം ഭേദമാകാതെ അദ്ദേഹം മരണപ്പെട്ടു പോയാൽ ആ നേർച്ചകൾ സഫലീകൃതമല്ലാത്ത നേർച്ചകളായതുകൊണ്ട് അത് നടത്താറില്ല. എന്നാൽ ഒരു വ്യക്തിക്ക് താല്പര്യമുണ്ടായിരുന്നു, ക്ഷേത്രജമായിട്ടുള്ള നേർച്ചകളാണ് അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന് നടത്താൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ. അത് തീർച്ചയായിട്ടും നമുക്ക് ആ ക്ഷേത്രത്തിൽ പോയി അല്ലെങ്കിൽ ഏതാ പൂജാസ്ഥാനം ആ സ്ഥാനത്ത് പോയി അത് നടത്തുമ്പോൾ ഈ മരിച്ചുപോയവരുടെ കാര്യങ്ങൾ നടത്തുമ്പോൾ പിന്നെ മരണനക്ഷത്രത്തിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. അത് വഴിപാട് കാര്യങ്ങളൊന്നും ചെയ്യാറില്ലെന്ന് നമുക്കറിയാം. മരണകരമായിട്ടുള്ള കർമ്മങ്ങൾ വേണ്ടിയിട്ടാണ് ഈ മരണനക്ഷത്രം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഏത് നക്ഷത്രം ഉപയോഗിക്കും എന്നുള്ളൊരു കാര്യമുണ്ട്. ഈ ആഗ്രഹം ഇദ്ദേഹത്തിന് ജനിച്ച നേർച്ച ഇടുന്ന സമയത്തുള്ള ആഗ്രഹം അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ നക്ഷത്രമാണ്. അതായത് അദ്ദേഹത്തിൻ്റെ പ്രധാന നക്ഷത്രമായിരുന്നു, ജന്മനക്ഷത്രമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമുക്ക് ജന്മനക്ഷത്രം ഉപയോഗിക്കാമെന്നൊരു വിധി പറയുന്നുണ്ട്. എന്നാൽ വേണ്ട, പേര് മാത്രം പറഞ്ഞു കൊടുത്ത് മരണപ്പെട്ടു പോയതുകൊണ്ട് നാമം മാത്രം നിർദ്ദേശിച്ച് ചെയ്താൽ മതി എന്നുള്ളൊരു വിധിയും പറയുന്നുണ്ട്. അപ്പോൾ പൊതുവിൽ എല്ലാവരും നാമം, പേര് മാത്രം നിർദ്ദേശിച്ച് ആ നേർച്ച പൂർത്തീകരിക്കുകയാണ് പതിവ്. അതാണ് ചെയ്യേണ്ടത്. പിന്നെ നാൾ ചേർക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ ചേർക്കാമെന്നും വിധിയുണ്ട്. പൊതുവിൽ ചെയ്യുന്നത് പേര് മാത്രം ഉപയോഗിച്ചിട്ടാണ്.